സെൻസർഷിപ്പ് ഒരു ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നയൻതാര സിനിമ പിൻവലിച്ചത് തന്നെ വല്ലാത്തൊരു ദുരന്തമായി പോയി. കാരണം അതുവഴി പ്രതീക്ഷ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അവരൊന്നും ഫൈറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അവർ മാപ്പ് പറയുന്നു. ആരാണ് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടത്? അപ്പൊ ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു സൂചന അവർ തന്നെ ആദ്യം പറയുകയാണ്. ഇപ്പൊ തന്നെ സമീപ സമയത്ത് സെൻസർ ചെയ്ത സിനിമകളൊക്കെ തന്നെ കാതൽ എന്ന് പറഞ്ഞ സിനിമ UA ആണ്. അപ്പൊ അതൊരു ക്ലീൻ സിനിമ ആവേണ്ട സിനിമയല്ലെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി സെൻസർ ബോർഡിൽ നിന്ന് വരുന്ന മറുപടി പോലും ഇപ്പൊ ഞാൻ എല്ലാവർക്കും UA കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതേ തരാൻ പറ്റുള്ളൂ. അപ്പം ഇതിനൊന്നും ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂലധനത്തിൽ അധിഷ്ഠിതമായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ സിനിമയുടെ ഏറ്റവും അവസാനം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. തിയേറ്ററിൽ വെള്ളിയാഴ്ച വരുന്നെങ്കിൽ മിക്കവാറും ബുധനാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിരിക്കും ഈ സെൻസർ നടക്കുക. അപ്പൊ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ റിലീസ് ഡേറ്റ് മൊത്തം മാറും. അപ്പൊ അത് ഇവിടെ സെൻസർ കിട്ടിയില്ലെങ്കിൽ സിനിമയുടെ റിലീസ് മാറ്റി വെക്കേണ്ടി വരും, ഭയങ്കര പ്രശ്നമാവും. ഇപ്പൊ ഈ സെൻസറിനെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഭരണ സംവിധാനത്തിന് ഭരണകൂടത്തിന് അനുകൂലമായ സിനിമകൾ മാത്രം അല്ലെങ്കിൽ അത്തരം കണ്ടന്റുകൾ മാത്രം രാജ്യത്ത് ഉണ്ടായാൽ മതി. അതിൽ അവർ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്യും. കാരണം പ്രത്യേകിച്ച് സിനിമയുടെ കാര്യത്തിൽ അവർ ഭയങ്കരമായിട്ട് വിജയിക്കും. കാരണം ഈ ഒരു സെൻസറിംഗ് എന്ന് പറയുന്നത് സിനിമയുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്ന ഘടകമായി വരും. നിർമ്മാതാവും ഒട്ടേറെ പണം മുടക്കിയിരിക്കുന്ന ഈ അവസാന ഘട്ടത്തിൽ ഇതിന് സെൻസറിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇത്തരം കണ്ടന്റുകൾ നിർമ്മിക്കാൻ നിർമ്മാതാവ് ഇല്ലാതെ വരും, കമ്പനികളില്ലാതെ വരും, സംവിധായകരും ഇല്ലാതെ വരും. കാരണം എന്തിന് ഈ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടന്റിലേക്ക് മാറും എന്ന് തീരുമാനിക്കുക തന്നെ ചെയ്ത് ഭരണകൂടത്തിന്റെ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് അവർ വിജയിക്കുന്ന പോലെയാവും. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒരിക്കലും കലാപ്രവർത്തനത്തിന്, സിനിമ മാത്രമല്ല എല്ലാത്തരം കലാപ്രവർത്തനത്തെയും നമുക്ക് അങ്ങനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാലിടാൻ സാധിക്കത്തില്ല. ഈ സെൻസറിംഗ് ഉള്ള എല്ലാ സ്ഥലത്തും ഇപ്പൊ അനുവിന്റെ ഫേസ്ബുക്ക് പോയി എന്ന് അനു പറയുന്ന പോലെ തന്നെ ചില ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു. എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ എനിക്കിപ്പോ ഇല്ല, അത് ആരോ ഹാക്ക് ചെയ്താണ്. ഒരു സമരവുമായി ബന്ധപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ആയിട്ട് ബന്ധപ്പെട്ട് വളരെ അഗ്രസീവായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എന്റെ ഫേസ്ബുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ എന്ത് തരം കണ്ടന്റുകൾ പോസ്റ്റ് ആയിക്കണം, എന്ത് തരം കാര്യങ്ങൾ ചെയ്യണം, ഇതെല്ലാം സെൻസറിംഗ് ആണ്. ഒരു സ്കൂളില്, ഒരു കോളേജില് വേദിയിൽ ഏത് നൃത്തം ചെയ്യണമെന്ന് കുട്ടികൾക്ക് തീരുമാനമെടുക്കാൻ തക്കത്തിൽ ഏത് പാട്ട് ഉപയോഗിക്കണം, എന്ത് തരം കോസ്റ്റ്യൂം ഉപയോഗിക്കണം, ഈ സെൻസറിംഗ് വീട്ടിലേക്കും വരുന്നുണ്ട്. വീടുകളിലും സെൻസറിങ്ങിന് വിധേയമാവുന്നുണ്ട് നമ്മളും കുഞ്ഞുങ്ങളും എല്ലാവരും. അപ്പൊ ഇത്തരം ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. കലാപ്രവർത്തനത്തിലെ സെൻസറിങ് പിന്നെ അതൊരു കലാകാരന്റെ നേരെ മാത്രമല്ലാത്തത് കൊണ്ട് അതൊരു കൂട്ടായ ഒരു സിനിമയാണ് ഇവർ നിയന്ത്രിക്കാൻ വരുന്നതെങ്കിൽ പോലും അത് കലാകാരനെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ്. എല്ലാത്തരം കലാപ്രവർത്തകരെ പ്രേക്ഷകരെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനെ ഒറ്റക്കെട്ടായി തന്നെ നേരിടും, കല കൊണ്ട് തന്നെ നേരിടും, വിത്ത് ഓഡിയൻസും കൂടെ ഉൾപ്പെടെ നേരിടുക. കാരണം കലയിൽ കാണണമെങ്കിൽ കാഴ്ചക്കാർ വേണം. പുതിയ തരം സമരമാർഗങ്ങൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പല പരിപാടികളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുക തന്നെ ചെയ്യും. ഏതായാലും നമ്മളെ ഇവരെ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. അതായത് ഇനി വരുന്ന കുട്ടികളായിരിക്കും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വരിക ഇത്തരം സെൻസറിങ്ങുകളും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും, കല കൊണ്ട് തന്നെ പ്രതിരോധിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ കുറെ കാലമായിട്ട് പറഞ്ഞ് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ വേറെ അർത്ഥങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു വാക്കാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. അതായത് എന്തോ എല്ലാം കറക്റ്റായിട്ടിരിക്കണം, അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അതിന്റെ വ്യാഖ്യാനങ്ങൾ. സമൂഹത്തിൽ ഏറ്റവും മോശമെന്ന് കരുതുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഉദാഹരണത്തിന് ഇപ്പം ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ നമ്മുടെ സൗമ്യ എന്ന് പറഞ്ഞ കുട്ടിയെ പീഡിപ്പിച്ച് അയാൾ ഭയങ്കര മോശം മനുഷ്യനായിട്ടാണ് സമൂഹം കാണുന്നത്. ഞാനും മോശം മനുഷ്യനായിട്ട് തന്നെ അയാളെ കാണുന്നത്. അയാളെ കേന്ദ്ര കഥാപാത്രമാക്കി നമുക്കപ്പോൾ സിനിമ ചെയ്യാൻ പറ്റില്ലെന്നില്ല. അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റും. ആത്യന്തികമായി അത് ഗോവിന്ദസ്വാമി ചെയ്ത പ്രവൃത്തിനെ ന്യായീകരിക്കുന്നുണ്ടോ? ആ പ്രവൃത്തി അല്ലെങ്കിൽ റേപ്പ് എന്ന് പറയുന്ന സംഗതിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? നമുക്ക് പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും തന്നെ ജീവിക്കുന്നത്. നമ്മളിപ്പോ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സാഹചര്യങ്ങൾ റോങ് ആവാം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും മനുഷ്യരില് 100 രൂപയെങ്കിലും കൈക്കൂലി കൊടുക്കാത്തവരോ വാങ്ങാത്തവരോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ആയിരിക്കും നമ്മുടെ. അപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എവിടെ ചോദിക്കുമ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണ് എടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മുടെ സിനിമകളിലേക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വന്ന് ചേരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ മാത്രമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒപ്പം സിനിമകൾ ഉണ്ടാക്കുന്ന വലിയൊരു സമൂഹം മനുഷ്യരുണ്ട്. അതായത് ഒരു പുതിയ കാലഘട്ടത്ത്, അതായത് ഞങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ സിനിമ ഉണ്ടാക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു കൂട്ടായ്മയായിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള
കൂട്ടായ മനുഷ്യരുടെ പ്രയത്നം കൊണ്ടാണ്. ഇപ്പം അനു എഴുതുന്നു, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് എഴുതുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്, വളരെ പ്രോഗ്രസീവായിട്ട് എഴുതുന്നുണ്ട്. ഇത്തരം വായനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്കുള്ള പ്രശ്നങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യപരമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ ഇവർ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ആശയങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ചില സീനുകൾ എടുക്കുമ്പോൾ അങ്ങനെ പാടില്ല. ഈ വളരെ അടുത്ത് വന്ന ഒരു സിനിമയിൽ തന്നെ ബാർബർ തൊഴിലിനെ വളരെ മോശമായിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2022 2023 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ ഈ മനുഷ്യനെ സിനിമ എഴുതുന്നത് എന്ത് തരം മനുഷ്യരായിട്ടാണ് കാണുന്നത്? അപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട കാര്യം പറഞ്ഞത്, ഒരു 2005 2010 2012 മുമ്പോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് തമാശകൾ ഉണ്ടാക്കുന്നത്. ജാതീയപരമായി അധിക്ഷേപിച്ചുകൊണ്ട്, തൊഴിൽപരമായി അധിക്ഷേപിച്ചുകൊണ്ട്, സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട്. അപ്പം ഇതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും മാറാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എടുക്കുമ്പോൾ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, അത് പൊളിറ്റിക്കലി കറക്റ്റായി പോയതാണ്. അത് കറക്റ്റായി പോകാൻ കാരണം ഞാൻ എന്റെ പാർട്ട്ണറോടൊപ്പം, എന്റെ ഭാര്യ എന്ന് പറയുന്ന വീടിനോടൊപ്പം ജീവിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന തിരിച്ചറിവുകളുണ്ട്. ഞാൻ വീട്ടിൽ പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയല്ല താൻ സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. സുരാജ് വെഞ്ഞാറമോട് ഗ്രേറ്റ് കുറെ പേര് കണ്ടതായിരിക്കും വിചാരിച്ചാണ് പറഞ്ഞത്. അതിനകത്ത് സോറി പറയിപ്പിക്കുന്ന ഒരു സീനുണ്ട് റെസ്റ്റോറൻറ്റില്. അത് ഞാനാണ്. അപ്പൊ നമ്മൾ തിരുത്തപ്പെടേണ്ടവരാണെന്ന് നമ്മൾ എവിടെയൊക്കെയോ ഫൈൻഡിങ് ചെയ്യുമ്പോഴാണ് ഇത് ശരിയല്ലല്ലോ ഇത്ര നാള് പോയതെന്നുള്ളത്. നമ്മള് 90s 2000 മുന്നേ കണ്ടുകൊണ്ടിരുന്ന സിനിമകളെല്ലാം പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള സിനിമകളാണ്. കടബാധ്യത ഒരു മനുഷ്യന് വരാം, അല്ലെ, മറ്റും ദുരന്തങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാം. ഇത്തരം സിനിമകൾ ഇപ്പം മമ്മൂട്ടി ഉൾപ്പെടെ അഭിനയിച്ചിരിക്കുന്ന ഇത്തരം സിനിമകൾ ഇപ്പം പാതയമാണെങ്കിലും അതെ, സാഗരം സാക്ഷി എന്ന് പറഞ്ഞ സിനിമയാണല്ലോ അതെ. ഇനി ഇങ്ങനെ എടുത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇന്നിരുന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരം സിനിമയാണെന്ന് തോന്നിപ്പോകും. ലോഹിതദാസ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന റൈറ്ററാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ വന്നു കൂടിയിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെ കാലം മാറി നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഇത്തരം പൊളിറ്റിക്കൽ കറൻസി ജീവിതത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുക. ഈ അടുത്ത് വളരെ മികച്ച സിനിമ ഉണ്ട്, ഫാമിലി എന്ന് പറഞ്ഞ ടോൺ പാലത്തറ. നിങ്ങളിലേക്ക് എത്തുമായിരിക്കും ആ സിനിമ. അപ്പൊ ഞാനൊരു മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമാണ്, ആ സിനിമയുടെ പിന്നിൽ ഒരു പെണ്ണുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് എനിക്കൊന്ന് അത് ഷെറിൻ എന്ന് പറഞ്ഞ ടോണിന്റെ ഫാദർ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രീൻ പ്ലേ. അല്ലാതെ ഇന്നത്തെ കേരളത്തിൽ ഒരു പുരുഷന് ഇത്രയധികം എന്താ പറയുക സ്ത്രീകളെ മനസ്സിലാക്കാൻ സാഹചര്യമൊന്നും കേരളത്തില്ല. കൂടെ ജീവിക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കി മാത്രമേ, കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ മനസ്സിലാക്കി മാത്രമേ ആ ഒരു സ്ത്രീകളുടെ ഏരിയയിലെ കുറ്റം കുറവില്ലാതെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് നിസ്സാരമായ കാര്യമല്ല. ഇപ്പം എന്റെ സിനിമയിലെ എന്റെ ഭാര്യ വന്ന സ്ക്രീൻ പ്ലേ തിരുത്തൊന്നുമില്ല, പക്ഷെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്ന അനവധി കാര്യങ്ങൾ. ഇപ്പൊ ആട്ടം എന്ന് പറഞ്ഞ സിനിമ ഞാൻ എടുക്കണം. ആട്ടം കേരളത്തിൽ ഒരു പുരുഷനാണ് സംവിധാനം ചെയ്തതെന്ന് വിശ്വസിക്കാൻ എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഇന്നത്തെ കേരളത്തിൽ ഒരു പുരുഷൻ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ സിനിമ ഉണ്ടാക്കിയെങ്കിൽ അത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഇപ്പോ ഗ്രേറ്റ് ഇൻഡിക്കേഷനിലേക്ക് വരാം. ഇപ്പൊ പറഞ്ഞല്ലോ വാക്ക് ബേസിന്റെ ഷോട്ട് കുറെ അധികം നേരം കാണിച്ചു. നാളെ വേണമെങ്കിൽ പറയാം, ഇന്നും പറയാം. വേസ്റ്റിനെ ഭയങ്കര അറപ്പോടുകൂടിയാണ് സിനിമയെ കാണിച്ചിരിക്കുന്നത്. ആൾക്കാർ ചവച്ചിട്ടിരിക്കുന്ന സാധനങ്ങൾ, അതിനെയൊക്കെ വളരെ പ്രശ്നാത്മകമായിട്ടാണ് ഗ്രേറ്റ് ഇൻഡിക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിരന്തരം എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും വേസ്റ്റ് വാരുന്ന മനുഷ്യരെ ഞാൻ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അത് പൊളിറ്റിക്കലി കറക്റ്റാണോ അതോ തെറ്റാണോ? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഞാനായിട്ട് കണ്ടെത്തിയതല്ല, സിനിമകളുടെ വായനയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ എവിടെ നിർത്തിയിരിക്കുന്നു? നിരന്തരം എല്ലാ ദിവസവും രാവിലെ വന്ന് ഈ വേസ്റ്റ് വരുന്ന മനുഷ്യർ. അപ്പൊ എനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എല്ലാ ദിവസവും വേസ്റ്റ് വരുന്നതാണ് ഈ സിനിമ എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത്? അപ്പൊ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ഈ ആത്യന്തികമായി സിനിമയിൽ മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളത് മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാഗരസാക്ഷിയുടെ ഉദാഹരണം പെട്ടെന്ന് പറയാം. മമ്മൂക്കായ്ക്ക് കടം വരുന്നു, അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് അദ്ദേഹം കടം വന്നിട്ട് എല്ലാം നഷ്ടപ്പെടുന്നു. അദ്ദേഹം അയാളുടെ ഭാര്യയെ വരെ സുഹൃത്ത് റേപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അയാൾ നാട് വിട്ടു പോകുന്നു, അല്ലെ? നമ്മൾ സിനിമ പിന്നെ അയാളുടെ കഥയൊക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം മമ്മൂട്ടിയുടെ മകൾക്ക് 22 വയസ്സാവുമ്പോൾ അവരുടെ കല്യാണത്തിന് അച്ഛൻ അനുഗ്രഹം വേണമെന്ന് വൈഫ് പറയുകയാണ്, അല്ലെ? 10-20 വർഷത്തോളം അവരെ ഇട്ടിട്ട് പോയ ഒരു പുരുഷന്റെ അനുഗ്രഹം എന്ത് കാണിക്കാനാണ്? അപ്പൊ ആ ക്ലൈമാക്സില് നമ്മൾ വീണ്ടും മമ്മൂക്കയുടെ കഥാപാത്രത്തോടൊപ്പം ചേരുകയാണ്. അതാണ് ശരി.
ഒരു അനുഗ്രഹത്തിന്റെ ആവശ്യമില്ല. ഈ കോടതികളാണ് കടലുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനു വന്നു എന്ന് ചോദിക്കും. ഇത് തന്നെ നമ്മൾ നിരന്തരം അത്തരം സിനിമകൾ കാണുമ്പോൾ നമുക്ക് ചോദ്യമില്ലാത്ത ഒരു ഫിലിം മേക്കേഴ്സിനോ അതിൽ അഭിനയിച്ചവരൊന്നും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞല്ല. ആ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ വരെയെങ്കിലും എത്തിയത് ഒരു ഫിലിം മേക്കറുടെ ഗുണമുണ്ടല്ല. ഈ നാട്ടിലുള്ള എഴുതുന്ന മനുഷ്യർ ഈ നാട്ടിൽ പലതരം കലാപ്രവർത്തനങ്ങൾ പലതരം പോരാട്ടങ്ങൾ നടത്തിയതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഉത്തരമാണ് ഇന്നത്തെ കാലത്തെ ആർട്ട് എന്ന് പറയുന്നത്.